മുടി കൊഴിച്ചിൽ, താരൻ തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങൾ അല്ലേ? ചില ആളുകൾക്ക് അകാല നര പെട്ടെന്ന് നരയ്ക്കുക, അതുപോലെ തന്നെ ഉള്ള മുടി കൊഴിഞ്ഞു പോകാം. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കമൻറ്റുകൾ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നൊരു വിഷയമാണ്. അതിനെന്തെങ്കിലുമൊക്കെ വരും. ഞാൻ മുമ്പ് സൗന്ദര്യം വർദ്ധിക്കാനുള്ള നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള എന്തെങ്കിലും ടിപ്സുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വന്ന കുറേ കമൻറ്റുകൾ നമുക്ക് പേഴ്സണലായിട്ടൊക്കെ വന്നൊരു വിഷയമാണ്. മുടി കൊഴിച്ചിലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകുന്ന നിൽക്കാനും ഈ അകാലമായി നരയ്ക്കുന്നത് പെട്ടെന്ന് മാറാനും ഒക്കെ എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങളുണ്ടോ എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു അമല് പറഞ്ഞു തരാം. മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്നൊരു അമൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലേ, അള്ളാഹുവിനാണ് സിറുകൾ അറിയുന്നത്, രഹസ്യങ്ങൾ അറിയുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനും കേൾക്കുക. പ്രയോജനപ്രദമായ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. ഒരു ബ്യൂട്ടി ടിപ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാമെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മളൊക്കെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. എല്ലാവരെയും പറ്റിയല്ല പറയുന്നത്, ചില ആളുകൾ മൈൻഡ് പോലും ചെയ്യാറില്ല. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ത് കേശ സംരക്ഷണം. അത് കേരയല്ല, കേശ സംരക്ഷണം. അതായത് നമ്മൾ മുടി സംരക്ഷിക്കുക അല്ലേ. അത് കൊഴിഞ്ഞു പോകുന്നത് വലിയ പ്രയാസമാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒക്കെ മുടി കൊഴിഞ്ഞു പോകുക, പെട്ടെന്ന് നര ബാധിക്കുക, താരൻ കൂടുക, ചിലർക്ക് പേൻ ശല്യം ഉണ്ടാകുക തുടങ്ങിയിട്ട് ഭയങ്കര പ്രയാസങ്ങളില്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിനുള്ള എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങളുണ്ടോ? പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാത്തിനും പരിഹാര മാർഗ്ഗങ്ങളുണ്ട് അല്ലേ. ഇപ്പം ചിലത് ഗൗരവത്തിലെടുക്കുന്ന വിഷയങ്ങളുണ്ട്, ചിലത് നമ്മൾ മൈൻഡ് ചെയ്യൂല. അങ്ങനെയൊക്കെ പലതും എന്താണ്, എല്ലാത്തിനും പരിഹാര മാർഗ്ഗങ്ങളുണ്ട് ഏത് വിഷയത്തിനും. കാരണം ഇതൊരു രോഗമാണല്ലോ. ഈ മുടി ഒഴിച്ചിലാകട്ടെ, താരനാകട്ടെ, അങ്ങനത്തെ അതൊക്കെ ഒരു രോഗമാണ്. അപ്പോൾ തിബ്ബുൻ നബിയിലൊക്കെ അതിനെ പറ്റിയിട്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾക്ക് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് എല്ലാവരും ചെയ്യണം എന്നല്ല പറയുന്നത്. അപ്പോൾ മുടി ഒഴിച്ചിലുള്ള എല്ലാവരും ഇതിങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല ഈ പറയണത്. എന്ത് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ബ്യൂട്ടി വിഷയങ്ങൾ, അതായത് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. ഇത് എന്തിനുള്ളതാണ്? ചിലപ്പോൾ സൗന്ദര്യം ഉണ്ടാകാൻ, വെളുക്കാനായിരിക്കും, മുഖത്തെ പാടുകൾ മാറാനായിരിക്കും, അല്ലെങ്കിൽ മുടി നേർമയാകാനായിരിക്കും, താരം പോകാനായിരിക്കും, പല വിഷയത്തിനുള്ളതുണ്ട്. ഇത് ഇറക്കിയെന്ന് ചെയ്തിട്ട് എല്ലാവരും വാങ്ങണമെന്നുണ്ടോ? ആവശ്യമുള്ളവർ മേടിച്ചാൽ മതിയെന്നേ, അതുതന്നെ ഉള്ളൂ. എന്ത് ചെയ്യുക, അകാല നര, അതുപോലെ മുടി കൊഴിച്ചിൽ, അത് അത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അത് മാറാനുള്ളൊരു അമല് പറഞ്ഞുതരാം. എണ്ണയിലേക്ക് 2 സൂറത്തുകൾ പറഞ്ഞുതരും. ആ 2 സൂറത്തുകൾ ഓതി എണ്ണയിലേക്ക് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും വെളിച്ചെണ്ണ, കാച്ചി എണ്ണ എന്തോ ആയിക്കൊള്ളട്ടെ, അതിലേക്ക് ഊതി മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഒന്നിരാടം നമ്മുടെ തലയിൽ എന്ത് ചെയ്യുക, പുരട്ടുക. എള്ളെണ്ണയിലോ അല്ലെ ഏതെണ്ണയാണോ തലയിൽ തേക്കുന്നതിന് ചില ആളുകൾ ഉരുക്ക് വെളിച്ചെണ്ണ തേക്കാറുണ്ട് ഇല്ലേ. നമ്മൾ തേങ്ങ ഉരുക്കിയിട്ട് വെളിച്ചെണ്ണ ഉണ്ട്, അതാണെങ്കിലും മതി. ഏതാണോ സ്ഥിരമായി നമ്മൾ തേൽക്കുന്നതിനെ സാധാരണ വെളിച്ചെണ്ണ തേച്ചു എന്നാലും വേണ്ടിയില്ല. ഇനി അതല്ല, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എണ്ണകൾ പലരും യൂസ് ചെയ്യുന്നവരുണ്ടാകും, അതിലേക്ക് മന്ത്രിച്ചാലും മതി അല്ലേ. ഇത് തേക്കുന്ന ആൾക്ക് വേറെ ഒന്നും തേക്കേണ്ടതൊന്നുമില്ല, അതിലേക്ക് മന്ത്രിച്ചാലും മതി. അപ്പോൾ ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, പല ആളുകളും സംശയം ചോദിക്കും, ഏതെണ്ണയാണ് വേണ്ടത്, കാച്ചിയത് വേണോ, കാച്ചാത്തത് വേണോ, വെളുത്തത് വേണോ, പച്ചത് വേണോ, അങ്ങനെയൊന്നുമില്ല. ഏതെണ്ണയാണോ സ്ഥിരമായി യൂസ് ചെയ്യുന്നത് അതിലേക്ക് 2 സൂറത്തുകൾ ഓതി മന്ത്രിക്കണം. ഏതൊക്കെയാണ് ആ സൂറത്തുകൾ എന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ആദ്യം 7 ഫാത്തിഹ ഓതുക. 7 ഫാത്തിഹ ഓതിയ ശേഷം അലം നശ്റഹ് സൂറത്ത്, നമുക്കൊക്കെ അറിയാം, അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് 7 തവണ ഓതി ആ എണ്ണയിലേക്ക് എന്ത് ചെയ്യുക, ഊതിയിട്ട് ഇഷ്ഫി എന്ന് അതിലേക്ക് മന്ത്രിക്കാം. ഓരോ സൂറത്ത് ഓതുമ്പോഴും ഓരോ തവണ ഓതുമ്പോഴും എന്ത് ചെയ്യുക, ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് വേണം അത് അടുത്ത സൂറത്ത് ഓതാൻ. ഫാത്തിഹ ആദ്യത്തെ ഓതി ഇഷ്ഫി എന്ന് മന്ത്രിച്ചു, അങ്ങനെ എന്ത് ചെയ്യുക, 7 തവണ ഓതി. അപ്പോൾ 14 സൂറത്തുകളാവും ടോട്ടൽ. അത് ഓതി മന്ത്രിച്ച് ഊതിയിട്ട് അത് തലയിൽ തേച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ കുളിക്കുന്ന പോലെ കഴുകിക്കളയാം. ഇത് 1 ദിവസം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. പലപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ ഈ പ്രശ്നങ്ങളുള്ള ആളുകൾ പല എണ്ണകളും പരീക്ഷിച്ച് നോക്കും. എന്നിട്ട് എന്താ എന്നറിയോ, ഒരാഴ്ച ചെയ്യും അല്ലെങ്കിൽ 2 ആഴ്ച ചെയ്യും, പിന്നെ നിർത്തും. പിന്നെയും മുടി ഒഴിച്ചിട്ടുണ്ടാവും, താരനുണ്ടാവും അല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ദായിമായി ചെയ്യുമ്പോഴാണ് ഇതിന് ഫലമുള്ളത് അല്ലേ. അത് നമ്മൾ അമലുകൾ ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് പ്രവർത്തനമാണെങ്കിലും നമ്മൾ ദായിമായി നിത്യമായി ചെയ്യുന്നൊരു സംഗതിക്കാണ് ഫലം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ വിഷയങ്ങളാകുമ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് കാലം ഒന്ന് കണ്ടിന്യൂ ആയി ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാഴ്ച ചെയ്തിട്ട് നിർത്തി, അപ്പോൾ ഫാത്തിഹയ്ക്ക് ഫലമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യട്ടോ. ഇനി അതുപോലെ തന്നെ മുടി കൊഴിയാനും അതുപോലെ താരൻ വരാനും ടെൻഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ നമ്മുടെ മുടിയുമായി ഹെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. അതിന് പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ത് ചെയ്യുക, ടെൻഷൻ കൂടുന്ന അനുസരിച്ചിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും. ഒരു മനുഷ്യന് നല്ല ടെൻഷൻ ഉണ്ട് എങ്കിൽ അയാൾക്ക് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ നരയും പെട്ടെന്ന് ബാധിക്കാനുള്ള കാരണമായി തീരും. എന്ത് ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സുബഹയ്ക്ക് പള്ളിയിലേക്ക് വന്ന സമയത്ത് നബി തങ്ങളുടെ തലയിൽ ഇങ്ങനെ നരച്ച മുടി കണ്ടപ്പോൾ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ തങ്ങളുടെ തലയിലാണ് മുടി വെളുത്തിരിക്കുന്നു, നരച്ചിരിക്കണം എന്ന് പറഞ്ഞു. തങ്ങളുടെ തലയിൽ മുടി നരച്ചിരിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ഷയ്യബത്തിനി സൂറത്തു നൂഹ് എന്ന, അല്ല സൂറത്തു ഹൂദ്. സൂറത്തു ഹൂദ് ഇന്നലെ അവതരിച്ചു. ഇന്നലെ രാത്രി സൂറത്തു ഹൂദ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് അവതരിപ്പിച്ചു. അതിലുള്ള ചില ആയത്തുകൾ കേട്ടപ്പോൾ ഞാൻ ആ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്താണ്, ഷയ്യബത്തിന് എന്നെ നരപ്പിച്ചു കളഞ്ഞു എന്ന്. അപ്പോൾ അതിന് ടെൻഷൻ അടിക്കുമ്പോൾ പൊതുവെ എന്ത് ചെയ്യും, നര ബാധിക്കാനും അതുപോലെ മുടി കൊഴിച്ചിലുണ്ടാകാനും ഒക്കെ കാരണമായിട്ട്. അപ്പോൾ ടെൻഷൻ മാറ്റി വെക്കുക. അതുപോലെ തന്നെ വൈറ്റമിനുകൾ എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ടില്ല എങ്കിൽ, നമുക്ക് ശരീരത്തിന് കൊടുക്കേണ്ട വൈറ്റമിനുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും അത് ഈ മുടിക്കൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡാമേജ് ഉണ്ടാക്കാൻ കാരണമായി തീരും. അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ള ആളുകൾ അത് എന്ത് ചെയ്യണം, ക്ലിയർ ആക്കാൻ ശ്രമിക്കണം. അല്ലേ, ചില സഹോദരിമാർക്ക് അധികവും തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാവല്. അത് നോർമലാക്കി കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് സ്ഥിരമായി കഴിക്കുന്ന ആളുകളും ഇല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുകയും അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിയന്ത്രിക്കാൻ കഴിയും. അത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ആളുകൾക്കും എല്ലാ വെള്ളവും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള വെള്ളമാണെങ്കിൽ ചില വെള്ളത്തിന് വല്ല ഓരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വെള്ളമാണെങ്കിൽ നമ്മുടെ ഹെയറിനെ ബാധിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക. അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും ഈ തല കഴുകുന്ന പരിപാടി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഫർള കൂളിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ല ജനാബത്ത് കൂളിയോ വലിയ ശുദ്ധിയുടെ കൂളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി തല കഴുകാതിരിക്കരുത്. അതിനെ പറ്റിയല്ല പറയുന്നത്. മറിച്ച് സാധാരണ നമ്മൾ ഗതി കുളിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും തല ഇങ്ങനെ പതപ്പിച്ച് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള വെള്ളത്തിൽ, നല്ല ശുദ്ധമായ വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ഇതുപോലെ ഒരു കൂടിയ വെള്ളത്തിലൊക്കെ കഴുകുമ്പോൾ എന്ത് ചെയ്യും, തലയ്ക്ക് ഡാമേജ്, ഈ ഹെയറിനൊക്കെ ഡാമേജ് ഉണ്ടാകാൻ കാരണമായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമുക്ക് പൊതുവായൊരു അറിവുകളാണ്. അപ്പോൾ എന്നാലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ആത്മീയമായ ചില ചികിത്സകളോട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ പുകവലി, ആൽക്കഹോൾ ഉപയോഗിക്കുക, ഇതുപോലത്തെ സംഗതികളൊക്കെ പലപ്പോഴും നമ്മുടെ എന്ത് ചെയ്യും, അകാല നര ഉണ്ടാക്കാൻ കാരണമായി തീരും. പെട്ടെന്ന് മുടി നരയ്ക്കാൻ, ഡാമേജ് ആകാൻ കാരണമായി തീരും. അതുപോലെ സോപ്പ്, ഷാമ്പു പോലത്തെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ സോപ്പുകളും എല്ലാ ഷാമ്പുവും ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറലായ പ്രകൃതിദത്തമായ സംഗതികൾ, ഇപ്പോൾ പയറുപൊടി പോലത്തെ സംഗതികൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ചെമ്പരത്തി ഇലയും പൂവൊക്കെ വെച്ചിട്ട് താളി ഉണ്ടാക്കലുണ്ട്. അത്തരത്തിലുള്ള സംഗതികൾ നാച്ചുറലായി ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് തലയെ എന്ത് ചെയ്യുക, നമ്മൾ ഹെയറിനെ ഒന്ന് കെയർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവും. ഈ പറഞ്ഞതൊക്കെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ. അപ്പം എന്നാലും എന്ത് ചെയ്യുക, മാക്സിമം നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. അല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ റാഹത്താവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഫാത്തിഹ ഓതിയിട്ട് 7 തവണ ഇങ്ങനെ തലയിൽ മന്ത്രിച്ച് എണ്ണയിൽ പുരട്ടി എന്ന് കരുതിയിട്ട് ചിലപ്പോൾ എന്താവില്ല, അത് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഈ കാര്യത്തിന് സൊല്യൂഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കാനുള്ള ചില സംഗതികളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ ഇപ്പോൾ ടെൻഷൻ്റെ വിഷയമാണെങ്കിലും തൈറോയിഡിൻ്റെ വിഷയമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഈ തലയ്ക്ക് ഹെയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മന്ത്രിച്ച എണ്ണ തേക്കുന്നത് എങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ പല ആളുകളും ചെയ്യുന്ന ഒരു പണിയാണ്, ചിലപ്പോൾ ഈ ഉമ്മമാർക്ക് പ്രസവമൊക്കെ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ തടി വെക്കും നല്ലോണം, അല്ലേ. ചില സഹോദരിമാർക്ക് പെട്ടെന്ന് തടി കൂടും. അപ്പോൾ ആ തടി കൂടുന്ന വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി, ആ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പട്ടിണി കിടക്കും, ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാതെ പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കിയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കാരണം പാല് കൊടുക്കുന്ന ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ ആ ഊർജ്ജം മുഴുവൻ ഊറ്റി കുടിക്കുകയാണ്. അവരുടെ ശരീരത്തിന് ഇനിയും പാൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഭക്ഷണം നല്ലതുപോലെ കഴിക്കണം ആ സമയത്തൊക്കെ. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന തടി കൂടുന്ന പേടിച്ചിട്ട് ഭക്ഷണം ഒഴിവാക്കും. ഇത് വലിയ ഡാമേജ് ഉണ്ടാക്കും ശരീരത്തിനും ഡാമേജ് ഉണ്ടാക്കും. ഇതുപോലെ തന്നെ ഹെയർ ലോസ് വരാനും ഒക്കെ കാരണമായി തീരും. അതുകൊണ്ട് കൃത്യമായി എന്ത് ചെയ്യണം, ചില ആളുകൾ രാത്രി അത്താഴം കഴിക്കൂല, ഇത് പേടിച്ചിട്ട്, തടി കൂടുന്നത് പേടിച്ചിട്ട് രാത്രി അത്താഴം അങ്ങോട്ട് ഒഴിവാക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കണം, പക്ഷേ നിയന്ത്രിക്കുക, ക്രമീകരിക്കുക, അത്രേ ഉള്ളൂ. അല്ല ഭക്ഷണം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യേണ്ട, ഡയറ്റ് എടുക്കുകയൊന്നും വേണ്ട, അല്ല നമ്മുടെ ശരീരത്തെ ചുരുക്കുകയൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊക്കെ കറുത്ത മുടിയായിരുന്നു. നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ താടി രോമവും അതുപോലെ മുടിയിലും എത്ര രോമങ്ങൾ നരച്ചിരുന്നു എന്ന് കൃത്യമായ എണ്ണം സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര എണ്ണം നരച്ചിരുന്നു എന്ന്. നമ്മുടെ താടിയും മുടിയൊക്കെ എത്ര നരച്ചെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ നബി തങ്ങളുടെ താടിയും മുടി എത്ര എണ്ണം വരെ നരച്ചിരുന്നു എന്ന് സ്വഹാബത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. 17 രോമങ്ങളിൽ താഴെ മാത്രമാണ് നബി തങ്ങളുടെ മുടി നരച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നരച്ചു നോക്കി. ഒരാളുടെ തലയിൽ 17 മുടി എന്ന് വെച്ചാൽ കാണാൻ പോലും ഉണ്ടാവില്ല ആ നരച്ചത്. എന്നാലും സ്വഹാബത്ത് നിരീക്ഷിച്ച് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് അതുപോലും അടയാളപ്പെടുത്തിയിരുന്നു എന്നാണ്, അല്ലേ. അപ്പോൾ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി നല്ലതുപോലെ സംരക്ഷിക്കുമായിരുന്നു. നബി തങ്ങളുടെ മുടിയിൽ എണ്ണ ഇട്ടിട്ട് ഒരിക്കൽ സ്വഹാബത്ത് പറയുന്നുണ്ട്, നബി തങ്ങൾ നടന്നു വരുമ്പോൾ എണ്ണ വ്യാപാരി നടന്നു വരുന്ന പോലെ ഉണ്ട് എന്ന്. എണ്ണ വ്യാപാരി നടന്ന എണ്ണ തലയിൽ വെച്ച് ചുമന്ന് നടക്കുന്ന ഒരാൾ ചിലപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് കുലുങ്ങി തലയിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ
ചിലപ്പോൾ തലയിൽ നിന്ന് ഇങ്ങനെ ഇറ്റ് ഒലിച്ചു വീഴും. ഇതുപോലെ നബിതങ്ങൾ എണ്ണ പുരട്ടിയിട്ട് ആ മുടിയിലൂടെ ഇങ്ങനെ ഇറ്റ പാട് ശരീരത്തിൽ അവിടുത്തെ കുപ്പായത്തിലുണ്ടായിരുന്നു. അല്ല ചോക്കി, അപ്പം അത്രത്തോളം മുടിയെ കെയർ ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സംരക്ഷിക്കണം, കേശ സംരക്ഷണമൊക്കെ എന്താണ് പറയപ്പെട്ടിട്ടുള്ളതാണ്, നമുക്ക് പറഞ്ഞുള്ളതാണ്. അപ്പോൾ സുന്നത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് കരുതിയാൽ നമുക്ക് ആ സുന്നത്തിൻ്റെ കൂലിയും കൂടെ കിട്ടും. അപ്പോൾ ഇത് വളരെയേറെ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട്, ആണിനും പെണ്ണിനൊക്കെ ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമായതുകൊണ്ട് ഇവിടെ പറഞ്ഞതാണ്. മുടി വളർത്തുന്ന ആളുകൾക്ക് അത് ചീകി വെക്കാനൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. മുടി ഇങ്ങനെ പറത്തി കൊണ്ടു നടക്കുന്നത് നബി തങ്ങളുടെ സുന്നത്തിനെതിരാണ്. നബി തങ്ങളുടെ സുന്നത്താണിത് മുടി ചീകി വെക്കുക എന്നുള്ളത്. നബി തങ്ങളുടെ പേഴ്സിൽ എപ്പോഴും എന്തുണ്ടാവും, പോക്കറ്റിൽ ഒരു ചീർപ്പുണ്ടാകുമായിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ആ സുന്നത്തെടുക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മുടെ ഖുർആൻ്റെ ചാനൽ, നമ്മുടെ ഈ ചാനൽ തന്നെ കൊളാബ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഫൈസാനി തിലാവ മസാല സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.